ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഊന്നമ്പാറ ജംഗ്ഷനിലാണ്. അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയൊരു ഷൂട്ടിലാണ്. അമ്പാടി ക്രിയേഷൻസ് നിർമ്മിച്ച് അംജിത് ഖാൻ നെടുമങ്ങാട് കഥയും തിരക്കഥയും എഴുതി ചെയ്യുന്ന പ്രിയ സഖാവ് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ അംജിത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത്രയും വർഷമായിട്ട് എന്നോടൊപ്പം ചങ്കായിട്ട് നിന്ന് എൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്ന അംജിത്താണ്. അപ്പൊ എന്റെ വീഡിയോയും ഷോർട്ട് ഫിലിമൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം. അംജിത്തെ, നമ്മുടെ ഈ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് നല്ലൊരു കഥയാണല്ലോ. അതെ അതെ, നല്ലത്. കഥ എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് ബന്ധമുള്ളതാണ്. അത് നമ്മുടെ സാഹചര്യമായിട്ട് നടക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരും ജോയിൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെത്തി. വളരെ നന്നായിട്ടാണ് നമുക്ക് ഷൂട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. പുതിയ 2-3 ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ആശിക്കുന്നു. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമില് നമുക്ക് 3-4 പേര്, അതായത് ഇത്രയും നല്ല രീതിയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ, അതായത് ഒരു ചായക്കടയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് മണിയണ്ണൻ. മണിയണ്ണന്റെ കടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വെച്ച് പല ഷൂട്ടുകളും ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായ ഒരു സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മണിയണ്ണ എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു സഹകരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പാടി ക്രിയേഷൻസിന്റെ സാരഥിയാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രിജി എന്നാണ് പേര്. അപ്പോൾ ഇത് ഞങ്ങളോട് 2-3 വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിജി, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. എന്റെ പേര് SK പ്രിജി എന്നാണ്. ഉള്ളൂരാണ് സ്ഥലം. ഞാൻ പിന്നെ അമ്പാടി ക്രിയേഷൻസിന്റെ പേരിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന പ്രിയ സഖാവ് എന്ന ഷോർട്ട് മൂവിയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഈ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് ഒരു 4-5 വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മികച്ച നടനും അഭിനേതാവും ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി കാണുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രിയ സഖാവിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം എഴുതി ഒരു ജീവിത യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന സമൂഹത്തിൽ കാലഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യകത എന്താണ്, അതിനെക്കുറിച്ചൊക്കെ തന്നെ പുള്ളിയുടെ മനസ്സിലും സമൂഹത്തിലും ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അംജദ് ഖാനുമായിട്ട് ഞാൻ ചെയ്യുന്ന 5ാമത്തെ വർക്കാണ്, 5ാമത്തെ സിനിമയുടെ വർക്കാണ് ഇത്. അപ്പോൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പേർക്കും പുതിയ 2-3 പുതിയ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ വന്നിട്ടുണ്ട്. അത് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രിയ സഖാവ് എന്ന് പറയുന്ന ഈ കൊച്ചു സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ കുറേ നാളായിട്ട് ഒട്ടുമിക്ക ഷോർട്ട് ഫിലിമിലും നായകനായിട്ടും വില്ലനായിട്ടും ഒക്കെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സുനിലെ, പറ, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇനിയും അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഹാപ്പിയാണ്. അപ്പൊ അടുത്ത നമുക്ക് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു സുപ്രധാന കഥാപാത്രമാണ്. പേരെന്താണ്? എന്റെ പേര് ഷാജിമോൻ എന്നാണ്. ഷാജിമോൻ തിരുവനന്തപുരം സ്ഥലം. അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രിജിയാണ്, ശ്രീ പ്രിജിയാണ്. ഞാൻ നേരത്തെ ചെറിയ അംശനാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു പുതിയ അനുഭവമാണ്. ഏതായാലും ഈ ടീമിന്റെ കൂടെ ഇത്തരത്തിലൊരു വർക്ക് ചെയ്യുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇനിയും ധാരാളം അവസരങ്ങൾ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഒത്തിരി ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പേര് പറയൂ. അനീഷ് ആണ്. സ്ഥലം കല്ലമ്പലം. ആറ്റിങ്ങൽ കല്ലമ്പലത്ത് നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നല്ലൊരു വേഷം തന്നെയാണ് അനീഷ് ചെയ്തിരിക്കുന്നത്. വേറെ അതിലൊക്കെ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞ സീരിയൽ, ഏഷ്യാനെറ്റിൽ നടന്ന സീരിയലിൽ ഒരു 2 എപ്പിസോഡിൽ ചെറിയ മുഖം കാണിക്കാൻ സാധിക്കും. പിന്നെ ഈ വർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ സന്തോഷം, വളരെ സന്തോഷത്തോടെ. പ്രിജണ്ണനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ നിങ്ങളോട് വർക്ക് ചെയ്തതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് രാജീവ്. വെഞ്ഞാറമൂട് സ്വദേശിയാണ്. അപ്പോൾ രാജീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർക്കുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കക്ഷിയാണ്. ഇവർക്കൊരു സ്വന്തമായിട്ടൊരു ചാനലുണ്ടല്ലേ? ചാനലുണ്ട്, വള്ളൻ TV എന്നാണ്. പിന്നെ ഇതില് പ്രിയ സഖാവ് എന്നുള്ള ഷോർട്ട് ഫിലിമില് ഇതിന്റെ ഒരു ഭാഗമായി തീരാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നു. അതുപോലെ ഒരു കാര്യം ചെയ്തിട്ടെ,
സാധാരണ നിങ്ങളുടെ ചാനലിലൊക്കെ ഞാൻ കൂടുതലും കാണുന്നത് കോമഡി സബ്ജക്റ്റുകളാണല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു സീരിയസ് കഥാപാത്രം വന്നപ്പോൾ എന്താണ് തോന്നുന്നത്? നല്ല ഇതാണ്, എനിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഇത് കാണണം, അതിന് വിലയിരുത്തണം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ അംജിത്തിന്റെ കൂടെയൊക്കെ ഒത്തിരി വർക്കുകൾ ചെയ്ത്, അതായത് ഷോർട്ട് ഫിലിം നല്ല ഒരു ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഏതാണ്? ലാസ്റ്റ് ഓർഡർ നമ്പർ 13 എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. അതിന് മുമ്പ് അംജിത്തേട്ടന്റെ തന്നെ ആഴം സെക്കൻഡ് പാർട്ട്. അതെ. ആഴം, അത് ഇപ്പൊ നല്ല രീതിയിൽ യൂട്യൂബിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിനാണ്. അത് എന്താ പറയണ്ടേ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് നല്ല തെളിഞ്ഞ ഒരു കലാകാരനാണ്. കാരണം ഓരോ വർക്കുകളും നമുക്ക് കാണുമ്പോൾ ഇത്രയും അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ കഴിയുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ പുതിയ വർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പുതിയ വർക്കിനെ കുറിച്ച് അംജിത്തേട്ടൻ വിളിച്ചു വന്നു, വേറെ കൂടുതലൊന്നും അറിയത്തില്ല. നമ്മുടെ ടീമിനോട് ഞാൻ സ്ഥിരം വർക്ക് കാണാറുണ്ടെങ്കിലും നമ്മുടെ ടീമിനോടൊപ്പം ആദ്യമായിട്ടാണ് അല്ലേ? അതെ ആദ്യമായിട്ട്. ഇപ്പൊ ഈ കഥാപാത്രം എങ്ങനെയുണ്ട്? കഥാപാത്രം നല്ല കഥാപാത്രമാണ്. നല്ലപോലെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കഥാപാത്രം തന്നതിന് അംജിത്തേട്ടനോടും ഈ ഒരു ടീമിനോടും ഒത്തിരി നന്ദി. അപ്പോ അതുപോലെ വേറൊരു കാര്യം കൂടി ഞാൻ അംജിത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ കഥയൊക്കെ എഴുതിയിരിക്കുന്നതും ഫുൾ ഡയറക്റ്റ് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് കേൾക്കുമ്പോ ഒരു രാഷ്ട്രീയ കഥയാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് പ്രിയ സഹാവ് എന്നാണ് കഥയുടെ സബ്ജക്റ്റിന്റെ പേര്. ഇത് രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള കഥയാണോ? നമ്മൾ രാഷ്ട്രീയം സഖാവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ മോശമാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമല്ല. ശരിക്കും ഒരു സഖാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം തുറന്നു കാണിക്കുക, ചെറിയൊരു കഥയുടെ കഥ ആക്കിയിട്ട് മറ്റു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തേ ഉള്ളൂ. ആരെയും മോശമാക്കി പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. അപ്പോ സുഹൃത്തുക്കളെ, ഇതാണ് പ്രിയ സഖാവ് എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകർ, അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം കണ്ട് സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.